everyone. Welcome to Izubi, the Tyche tutor. This is Harsha, the tutor of Tyche English Academy. Today we begin a series of classes for SET English examination. So if you are preparing for SET exam and also if you're watching my video for the first time, please do subscribe and support me. Also hit the bell icon and enable the all button so that you'll get notified whenever I upload a new video. സെറ്റ് ഇംഗ്ലീഷിൻ്റെ മാത്രമല്ല KTET ഇംഗ്ലീഷ് അതുപോലെ HSST ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സുകൾ കൂടി ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ക്ലാസ്സുകളൊക്കെ കാണാനായിട്ട് ചാനലിലെ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇനിയുള്ള ക്ലാസ്സുകൾ ലഭിക്കാനായിട്ട് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സോ ലെറ്റ്സ് ബിഗിൻ ദ ക്ലാസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ് 1 5th മൊഡ്യൂൾ റൈസ് ഓഫ് ഇംഗ്ലീഷ് ഡ്രാമയാണ്. ഇൻ വിച്ച് വി ആർ ഗോണ ഡിസ്കസ് അബൌട്ട് ദ മിസ്റ്ററി ആൻഡ് മിറാക്കിൾ പ്ലേസ്, മൊറാലിറ്റി പ്ലേസ് ആൻഡ് ഇന്റർലൂഡ്സ്, ഓൾസോ അബൌട്ട് ഗോബഡക് ആൻഡ് റാൽഫ് റോയ്സ്റ്റർ ഡോയ്സ്റ്റർ. The rise of English drama or the drama's beginning was from the church. Okay, so the roots were from the Middle Ages, that is from 10th to 12th century. It was first appeared in connection with the church. So ഡ്രാമയുടെ ബിഗിനിങ് എന്ന് പറയുന്നത് മിഡിൽ ഏജസിലാണ്, 10th to 12th സെഞ്ചുറിയിലാണ് ആ റൂട്ട് വരുന്നത്. അതുമാത്രമല്ല ചർച്ചുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഡ്രാമയുടെ ഉത്ഭവം. മെഡീവൽ ഇംഗ്ലണ്ടിൽ മോസ്റ്റ് പീപ്പിൾ were illiterate ആയതുകൊണ്ട് തന്നെ they couldn't read the Bible which were written in Latin. Okay, so the priests and the monks, they act biblical stories for them inside the church during the service. മെഡീവൽ പീരീഡിൽ ബൈബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അത് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്, ക്രിസ്ത്യാനിറ്റി സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ അന്ന് ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക്, കോമൺ പീപ്പിളിനൊന്നും ബൈബിൾ വായിക്കാൻ അറിയുന്നായിരുന്നില്ല. സോ ചേർച്ചിൽ ഇവർ വരുന്ന സമയത്ത് പ്രീസ്റ്റുകളും അതുപോലെ മങ്സുമൊക്കെ ബിബ്ലിക്കൽ സ്റ്റോറീസ് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അഭിനയിച്ച് കാണിച്ചു കൊടുക്കുമായിരുന്നു. അത് നമ്മൾ ഇന്ന് കാണുന്ന പോലെ ലെങ്തി ആയിട്ടുള്ള ഡ്രാമ ആയിരുന്നില്ല. ദീസ് വെർ ഷോർട്ട് പെർഫോമൻസസ് ആൻഡ് ഇറ്റ് വാസ് കോൾഡ് ലിറ്റർജിക്കൽ ഡ്രാമാസ്. അതായത് ആരാധന അല്ലെങ്കിൽ വേർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട ഡ്രാമാസ് എന്നാണ് അർത്ഥം വരുന്നത്. ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് ദ ഫോം ഓഫ് ഏർലി പെർഫോമൻസസ്. അന്ന് എങ്ങനെയായിരുന്നു ഈ പെർഫോമൻസ് ഉണ്ടായിരുന്നത്? അറ്റ് ഫസ്റ്റ് ഇറ്റ് വാസ് സിമ്പിൾ ആൻഡ് സിംബോളിക്. ഓക്കെ, ആക്ടേഴ്സ് ആരായിരുന്നു അന്ന്? ക്ലേർജിമെൻ ആയിരുന്നു, അതായത് പ്രീസ്റ്റുകളായിരുന്നു. കാരണം എന്താണ്? ബിബ്ലിക്കൽ സ്റ്റോറീസ് അവർക്ക് വേർഷിപ്പേഴ്സിന് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ ഒരു ഡ്രാമാസ് പെർഫോം ചെയ്തിരുന്നത്. മാത്രമല്ല ദാറ്റ് വേർ പെർഫോംഡ് ഇൻ ദ ലാംഗ്വേജ് ലാറ്റിൻ. ഓക്കെ, അതിന് എക്സാമ്പിളാണ് ഈസ്റ്റർ ഡേയ്സിലൊക്കെ ദ റിസറക്ഷൻ ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്ത്യാനിറ്റി സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ബിബ്ലിക്കൽ സ്റ്റോറീസൊക്കെ പുതിയതായിട്ട് കേൾക്കുന്ന വേർഷിപ്പേഴ്സാണ്. അവർക്ക് എന്താണ് ഈ ഒരു ഈശോയുടെ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് പ്രീസ്റ്റുകൾ അത് അഭിനയിച്ച് കാണിച്ചു കൊടുക്കുമായിരുന്നു. ആൻഡ് ദേ ഹാഡ് ഷോർട്ട് ഡയലോഗ്സ്. ഫോർ എക്സാമ്പിൾ ക്വം ക്വററ്റിസ് ലാറ്റിൻ ആണ്, ഹും ഡു യു സീക്ക് എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ അത്രയും ഷോർട്ട് ഡയലോഗ്സ് ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഗ്രാജുവലി ദീസ് സ്മോൾ ഡയലോഗ്സ് ഡെവലപ്ഡ് ഇൻ ടു ലോങ്ങർ പ്ലേസ്. നെക്സ്റ്റ് ഇസ് ഫ്രം ചേർച്ച് ടു പബ്ലിക് സ്പേസസ്. ചേർച്ചിലാണ് ഡ്രാമയുടെ ബിഗിനിങ് എന്ന് നമ്മൾ മനസ്സിലാക്കി. സോ ദീസ് ചേർച്ച് പെർഫോമൻസസ് ബിക്കെയിം മോർ പോപ്പുലർ ആൻഡ് ഇറ്റ് അട്രാക്റ്റഡ് ലാർജ് ക്രൗഡ്. സോ ലേറ്റർ ഇറ്റ് ബിക്കെയിം വെരി ഡിഫിക്കൽട്ട് ടു ഹോൾഡ് എ ബിഗ് ഓഡിയൻസ് ഇൻസൈഡ് ദ ചേർച്ച്. അപ്പോൾ ചേർച്ചിനുള്ളിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ടെന്ന് പുറത്തുള്ള ക്രൗഡ് മുഴുവൻ അറിയാണ്. സോ എവറിബഡി ഗോട്ട് അട്രാക്റ്റഡ്. ഇതൊന്ന് കാണണമെന്നുള്ള ഒരു ആകാംക്ഷ. അങ്ങനെ ഒരുപാട് പേര് ചേർച്ചിലേക്ക് ഇത് കാണാനായിട്ട് വരികയാണ്. ദേ ബിക്കെയിം അട്രാക്റ്റഡ് ടു ക്രിസ്ത്യാനിറ്റി ഈവൻ ദോ. ബട്ട് ലേറ്റർ ഇത്രയും ഓഡിയൻസിനെ ചേർച്ചിനുള്ളിൽ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്ഥലം ഇല്ലാത്തത് കൊണ്ട് ദീസ് പ്ലേസ് ബിഗാൻ ടു ബി പെർഫോംഡ് ഇൻ ദ ചേർച്ച് യാർഡ്സ് ആൻഡ് ടൗൺ സ്ക്വയർസ്. അങ്ങനെയാണ് ഇത് ചേർച്ചിനകത്ത് നിന്നും പുറത്തേക്ക് വന്നത്. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന് പറഞ്ഞതുപോലെ ചേർച്ച് യാർഡിലേക്ക്, അതായത് ചേർച്ചിൻ്റെ മുറ്റത്തും അതുപോലെ ടൗൺ സ്ക്വയർസിലൊക്കെ വെച്ചിട്ട് ഈ ഒരു പെർഫോമൻസ് ലീഡ് ചെയ്യാൻ തുടങ്ങി. ലെയ്മൻ ആയിരുന്നു പിന്നീട് പെർഫോം ചെയ്തിരുന്നത് ഇൻസ്റ്റെഡ് ഓഫ് പ്രീസ്റ്റ്. ലെയ്മൻ മീൻസ് കോമൺ പീപ്പിൾ. ഓക്കെ, അതായത് വിശ്വാസികളായിട്ടുള്ള മറ്റാൾക്കാരും ഇത് ക്യാരക്ടേഴ്സിനെ ഉൾക്കൊണ്ട് ചെയ്യാൻ തുടങ്ങി. ആൻഡ് ലാറ്റിൻ വേർ റീപ്ലേസ്ഡ് ബൈ ഇംഗ്ലീഷ്. ദെൻ അന്ന് മെഡീവൽ പീരീഡിൻ്റെ ഹിസ്റ്ററി നമുക്കറിയാം. ലാറ്റിൻ ആയിരുന്നു സ്റ്റാൻഡേർഡ് ആയിട്ട് ചേർച്ചിലും കോർട്ടിലും ഒക്കെ ഉപയോഗിച്ചിരുന്ന, ക്ലർജിമെനൊക്കെ ഉപയോഗിച്ചിരുന്ന ലാംഗ്വേജ്. ഇംഗ്ലീഷ് കോമൺ പീപ്പിളിൻ്റെ ലാംഗ്വേജ് ആണ്. അത് സ്റ്റാൻഡേർഡ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജ് ആയിരുന്നില്ല. അപ്പോൾ ലാറ്റിനിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് ഈ ഒരു പെർഫോമൻസിൻ്റെ ഡയലോഗ്സ് ഒക്കെ റീപ്ലേസ് ചെയ്യപ്പെട്ടു. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ബിക്കോസ് ഇംഗ്ലീഷ് വേർ ദ കോമൺ പീപ്പിൾസ് ലാംഗ്വേജ്. ദേ വർ ഇല്ലിറ്ററേറ്റ് ബൈ ദ വേ. സോ ക്രിസ്ത്യാനിറ്റി സ്പ്രെഡ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശവും മാത്രമല്ല കൂടുതൽ ഓഡിയൻസിന്, കോമൺ പീപ്പിളിനെ മനസ്സിലാവുന്ന രീതിയിൽ ഇംഗ്ലീഷാണ് നല്ലത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ലാറ്റിൻ നിന്നും ഡ്രാമ ഇംഗ്ലീഷിലേക്ക് മാറുകയാണ്. നൗ ലെറ്റ്സ് ചെക്ക് വാട്ട് ആർ ദ തീംസ് ഓഫ് ഏർലി റിലീജിയസ് ഡ്രാമ.
സോ ദ സബ്ജക്ട്സ് വെയർ ബിബ്ലിക്കൽ ആൻഡ് മോറൽ. നമുക്കറിയാം ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ ബൈബിൾ സ്റ്റോറീസ് ആൾക്കാർക്ക് വർഷിപ്പേഴ്സിന് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. അതുകൊണ്ട് തന്നെ ബിബ്ലിക്കൽ സ്റ്റോറീസ് അതുപോലെ മോറൽ പ്ലേസ് ആയിരുന്നു അന്ന് പെർഫോം ചെയ്തിരുന്നത്. ദേ പ്രസൻറ്റഡ് ദ ഇവൻറ്റ്സ് ലൈക്ക് ദ ക്രിയേഷൻ ഓഫ് ദ വേൾഡ്, ദ ബർത്ത് ഓഫ് ദ ക്രൈസ്റ്റ്, ദ ക്രൂസിഫിക്കേഷൻ, ദ റെസറക്ഷൻ. ഇങ്ങനെ ബൈബിളിലുള്ള പ്രധാനപ്പെട്ട ഓരോ സ്റ്റോറീസ് ആയിരുന്നു അവർ പെർഫോം ചെയ്തിരുന്നത്. അതിൻ്റെ എയിം എന്തായിരുന്നു? ടു എഡ്യൂക്കേറ്റ് ആൻഡ് ഇൻസ്പയർ ദ ഫെയ്ത്ത് എമംഗ് ദ ഓർഡിനറി പീപ്പിൾ. Now, what is the significance of this stage? Church dramas perform the foundation of English theatre. We know English theatreലേക്ക് ഫൗണ്ടേഷൻ അപ്പം ഏത് മുതലാണെന്ന് നമുക്ക് മനസ്സിലായല്ലോ. ചേർച്ച് ഡ്രാമാസ് മുതൽ മെഡീവൽ പീരീഡ് മുതലാണെന്ന് നമുക്ക് മനസ്സിലായി. Though religious, they introduced the dialogues, acting and spectacle. Understood? And these elements later evolved into mystery and morality plays of medieval period. So, ഇങ്ങനെയാണ് മിസ്റ്ററി പ്ലേ ആൻഡ് മൊറാലിറ്റി പ്ലേ എന്നുള്ള രീതിയിലേക്ക് മെഡീവൽ പീരീഡിൽ ഡ്രാമ ഇങ്ങനെ ഉത്ഭവിച്ചു വന്നത്. ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് മിറാക്കിൾ ആൻഡ് മിസ്റ്ററി പ്ലേസ്. ഇത് 12th സെഞ്ചുറി മുതൽ 15th സെഞ്ചുറി വരെയുള്ള കാലഘട്ടത്തിലാണ് ഉണ്ടായിട്ടുള്ളത്. ഡ്രാമ became more popular and it moved out of the church into public places like churchyards, marketplaces and town squares. എന്തുകൊണ്ടായിരുന്നു ചേർച്ചിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇത് വരാൻ കാരണം? ലാർജ് ഓഡിയൻസ് അല്ലേ, അതായത് ചേർച്ചിനുള്ളിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്ത അത്രയും ഓഡിയൻസ് വരാൻ തുടങ്ങി. മാത്രമല്ല രണ്ട് കാര്യങ്ങളിൽ ചേർച്ചിനൊരു ഡിസപ്രൂവൽ വരികയാണ്. അതായത് നോയ്സി, വളരെ നോയ്സി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ. മാത്രമല്ല ഡ്രമാറ്റിക് പെർഫോമൻസസ് ഇൻസൈഡ് എ സീക്രട്ട് ബിൽഡിംഗ്. ചേർച്ച് ഒരു മിയർ എൻ്റർടൈൻമെൻറ്റിലേക്ക് പോകുന്നു എന്ന് തോന്നിയപ്പോഴും വളരെ നോയ്സി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ. സോ ആളുകൾ കൂടുന്നതൊക്കെ കൂടിയായിട്ടാണ് ചേർച്ചിന് പുറത്തേക്ക് ഡ്രാമ എത്തുന്നത്. മാത്രമല്ല ഓർഡിനറി സിറ്റിസൺസ് ബിക്കെയിം ദ പെർഫോമേഴ്സ്, നോട്ട് പ്രീസ്റ്റ്. ആദ്യം പ്രീസ്റ്റുകളായിരുന്നു അഭിനയിച്ച് കാണിച്ചു കൊടുത്തത് അല്ലേ, ബിബ്ലിക്കൽ സ്റ്റോറീസൊക്കെ. പിന്നെ പുറത്തേക്ക് എത്തിയപ്പോൾ ഓർഡിനറി സിറ്റിസൺസ് ഒക്കെ പെർഫോമേഴ്സായി മാറി. ലൈക്ക് ട്രേഡ് ഗിൽസ്, ബേക്കേഴ്സ്, കാർപ്പൻറ്റേഴ്സ്, വേവേഴ്സ്, ഇവരൊക്കെ പിന്നെ ഓരോ ക്യാരക്ടേഴ്സ് ഏറ്റെടുത്ത് അവർ ഡ്രാമ പെർഫോം ചെയ്യാൻ തുടങ്ങി പബ്ലിക്കായിട്ട്. നൗ വാട്ട് യു മീൻ ബൈ മിസ്റ്ററി ആൻഡ് മിറാക്കിൾ പ്ലേസ്? മിസ്റ്ററി പ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് മിസ്റ്റീരിയം എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിൽ നിന്ന് വന്നതാണ്. അതായത് മിസ്റ്ററി എന്ന ആൻഷ്യൻ ഗ്രീക്ക് വേർഡിൽ നിന്നാണ് മിസ്റ്റേറിയം എന്ന ലാറ്റിൻ വേർഡ് വരുന്നത്. അതിൻ്റെ മീനിങ് ആണ് ക്രാഫ്റ്റ് അല്ലെങ്കിൽ ഒക്യുപ്പേഷൻ. സോ ഗിൽഡ്സ് പെർഫോംഡ് ദീസ് ആസ് പാർട്ട് ഓഫ് ദിയർ ട്രേഡ് ഫെസ്റ്റിവൽസ്. കച്ചവടക്കാർ അവരുടെ ട്രേഡ് ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് പിന്നീട് ഈ ഡ്രാമയെ എന്താക്കി, കച്ചവടം നടക്കണമെങ്കിൽ ആൾക്കാർ കൂടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡ്രാമ പെർഫോം ചെയ്യാൻ തുടങ്ങി. അതാണ് ക്രാഫ്റ്റ് അല്ലെങ്കിൽ ഒക്യുപ്പേഷൻ ബേസ്ഡ് ആയിട്ട് മിസ്റ്ററി പ്ലേസ് വന്നത്. ഓക്കെ, അതിൽ സബ്ജക്റ്റ് എന്തായിരുന്നു? അന്നും ബിബ്ലിക്കൽ സ്റ്റോറീസ് തന്നെയായിരുന്നു. അതായത് ക്രിയേഷൻ, നോവാസ് ഫ്ലഡ്, ദ നേറ്റിവിറ്റി, ഇങ്ങനെയുള്ള സ്റ്റോറീസ് ആയിരുന്നു അവരന്ന് പെർഫോം ചെയ്തിരുന്നത്. സോ ഇറ്റ് ബിക്കെയിം എ പാർട്ട് ഓഫ് ട്രേഡ് ആൻഡ് ഒക്യുപ്പേഷൻ. While miracle plays means the miracles performed by the saints or the Virgin Mary. പല സെയിൻസും അതുപോലെ വെർജിൻ മേരിയൊക്കെ പെർഫോം ചെയ്തിട്ടുള്ള മിറാക്കിൾസ്, അത്ഭുതങ്ങൾ, അതിന് ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റോറീസ് ആയിരുന്നു മിറാക്കിൾ പ്ലേസ് കാണിച്ചിരുന്നത്. ദ സെയിൻസ് ലൈവ്സ് ഓർ ദ മിറാക്കുലസ് ഡീഡ്സ്. ഫോർ എക്സാമ്പിൾ സെയിൻറ്റ് നിക്കോളാസ് സേവിങ് ദ സെയിലേഴ്സ്, അങ്ങനെയുള്ള മിറാക്കുലസ് ആയിട്ടുള്ള കഥകളൊക്കെ ആയിരുന്നു മിറാക്കിൾ പ്ലേസിൽ കാണിച്ചിരുന്നത്. റിമെമ്പർ, മിസ്റ്ററി പ്ലേസ് മീൻസ് ദ ബിബ്ലിക്കൽ സ്റ്റോറീസ് ആൻഡ് മിറാക്കിൾ പ്ലേസ് മീൻസ് ദ മിറാക്കിൾസ് പെർഫോംഡ് ബൈ ദ സെയിൻസ് ലൈക്ക് ദെയർ ലൈവ്സ് ആൻഡ് മിറാക്കുലസ് ഡീഡ്സ്. അണ്ടർസ്റ്റുഡ്? Now let's discuss about the features of mystery and miracle plays. First one, religious themes. ബിബ്ലിക്കൽ സ്റ്റോറീസ് ആയിരുന്നു അന്നത്തെ പ്ലേസിലുടനീളം ഉണ്ടായിരുന്നത്, ലൈക്ക് ക്രിയേഷൻ ടു ജഡ്ജ്മെൻറ്റ്. ദെൻ ലാംഗ്വേജ് മീൻസ് വെർനാക്കുലർ ഇംഗ്ലീഷ് ആയിരുന്നു, അന്നത്തെ കോമൺ പീപ്പിളിൻ്റെ ലാംഗ്വേജ് ആയിട്ടുള്ള ഇംഗ്ലീഷ് ആയിരുന്നു. മൂന്നാമത്തെ ഫീച്ചറാണ് ഓർഗനൈസേഷൻ, വിച്ച് മീൻസ് റിലീജിയസ് ഫെസ്റ്റിവൽസ് കണ്ടക്റ്റഡ് ബൈ ദ ഗിൽഡ്സ് ഓർ ദ ട്രേഡേഴ്സ്. ഫോർത്ത് ഫീച്ചർ ഈസ് സ്റ്റേജ് ആൻഡ് സീനറി. ദറ്റ് വാസ് പാജൻറ്റ് വാഗൺ. പാജൻറ്റ് വാഗൺ മീൻസ് മൂവബിൾ ആയിട്ടുള്ള സ്റ്റേജ് എന്നാണ് അർത്ഥം. അതായത് നമ്മൾ ഇന്നത്തെ കാലത്ത് ഉത്സവങ്ങൾക്കൊക്കെ രഥം കൊണ്ടുപോകില്ലേ, അതുപോലെ വീൽസ് ഒക്കെ ഘടിപ്പിച്ച ഒരു സ്റ്റേജ്. അത് മെഡീവൽ കാലഘട്ടത്തിൽ, അതായത് 12th സെഞ്ചുറി ടു 15th സെഞ്ചുറി വരെയുള്ള ഒരു കാലഘട്ടത്തിൽ മിസ്റ്ററി ആൻഡ് മിറാക്കിൾ പ്ലേസ് ഒക്കെ ഇങ്ങനെയുള്ള മൂവബിൾ ആയിട്ടുള്ള സ്റ്റേജിലായിരുന്നു പെർഫോമൻസ് ചെയ്തിരുന്നത്. അതിൻ്റെ പേരാണ് പാജൻറ്റ് വാഗൺസ്. ഓക്കെ, നെക്സ്റ്റ് ഫീച്ചർ ഈസ് പെർഫോമൻസ് സ്റ്റൈൽ. പെർഫോമൻസ് സ്റ്റൈൽ അതിൽ ഡയലോഗ്സ് ഉണ്ടായിരുന്നു, കോസ്റ്റ്യൂംസും പ്രോപ്പർട്ടീസും ഒക്കെ ഉണ്ടായിരുന്നു. And that had both serious and the comic moments. Let's check some of the examples of mystery cycles. What is that cycle? Cycle means the most famous collection of mystery plays that are known as cycles. Okay, that names after the towns. ഓരോ ടൗണിൻ്റെ പേരിലാണ് ആ സൈക്കിൾസ് അറിയപ്പെടുക. യോർക്ക് സൈക്കിൾ, അവിടെ about 48 പ്ലേസ് പെർഫോം ചെയ്യാറുണ്ട്. ദെൻ ചെസ്റ്റർ സൈക്കിൾ about 24 പ്ലേസ്. ദെൻ വേക്ക് ഫീൽഡ് സൈക്കിൾ ഓർ ദ ടൗൺലി പ്ലേസ്. ദ സെക്കൻഡ് ഷെപ്പേർഡ്സ് പ്ലേ ഒക്കെ അവിടെയാണ്. ദെൻ ദ കോവൻട്രി സൈക്കിൾ. സോ ദ ഫേമസ് കളക്ഷൻ ഓഫ് മിസ്റ്ററി പ്ലേസ് ആണ് സൈക്കിൾസ്. അത് പെർഫോം ചെയ്യുന്ന ടൗണിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. Now what are the importance of these plays?
which made the religious stories popular among all the classes. ഓക്കെ, താഴെ തട്ടിൽ മുതൽ മേലെ തട്ടിൽ സ്റ്റേറ്റസിലൊക്കെ കിടക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുടെ ഇടയിലേക്ക് ഈ റിലീജിയസ് സ്റ്റോറീസിനെ എത്തിക്കാൻ ഈ ഡ്രാമയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ബ്രോട്ട് ദ കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ. എല്ലാ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും കാണാനും വരുന്നുണ്ട്. ദാറ്റ് ഡെവലപ്ഡ് ദ ഡ്രമാറ്റിക് സ്ട്രക്ചർ ആൻഡ് ക്യാരക്ടറൈസേഷൻ. ആൻഡ് ഇറ്റ് ഇൻട്രൊഡ്യൂസ് ദ ഹ്യൂമർ ആൻഡ് ഹ്യൂമൻ ഇമോഷൻ ഇൻ ടു ദ റിലീജിയസ് സ്റ്റോറീസ്. ആദ്യം ഇത് ബിബ്ലിക്കൽ സ്റ്റോറീസ് മാത്രമായിരുന്നു. പിന്നീടാണ് ഇതിലേക്ക് ഹ്യൂമർ അതുപോലെ ഹ്യൂമൻ ഇമോഷൻസ് ഒക്കെ കൊണ്ടുവന്ന് റിലീജിയസ് സ്റ്റോറീസിൽ നിന്നും കുറച്ചുകൂടെ വ്യത്യാസത്തിലേക്ക് ഇപ്പോൾ നിലനിൽക്കുന്ന ഡ്രമാറ്റിക് സ്റ്റൈലിലേക്ക് മോഡിഫൈ ചെയ്യപ്പെട്ടത്. നൗ ഹൗ ഡിഡ് ദിസ് മിസ്റ്ററി ആൻഡ് മിറാക്കിൾ പ്ലേസ് ഡിക്ലൈൻ? മെഡീവൽ പീരീഡിലെ അപ്രോക്സിമേറ്റ്ലി 12th സെഞ്ചുറി മുതൽ 15th സെഞ്ചുറി വരെയാണ് ഇത് നിലനിന്നിരുന്നത്. 15th സെഞ്ചുറിയുടെ എൻഡായി ബൈ ദ 16th സെഞ്ചുറി ദ ചേർച്ച് ആൻഡ് ദ മൊണാർക്കി ബിഗാൻ ടു സപ്രസ് ദ പ്ലേസ്. ദ റീഫോർമേഷൻ ക്രിട്ടിസൈസ്ഡ് ദെയർ കാത്തലിക് കോണ്ടന്റ്. അതിനകത്തേക്ക് കാത്തലിക് കോണ്ടന്റ് വരാൻ തുടങ്ങി എന്ന് ക്രിട്ടിസൈസ് ചെയ്യാൻ തുടങ്ങി. ആൻഡ് ദ പ്രൊട്ടസ്റ്റന്റ് അതോറിറ്റീസ് ബാൻഡ് റിലീജിയസ് ഡ്രാമ. ഇതിനെതിരെ പല ക്രിറ്റിസിസം വന്നെങ്കിലും ചേർച്ചും മൊണാർക്കിയും ഒക്കെ ഇതിനെ സപ്രസ് ചെയ്തെങ്കിലും ബൈ ദ ടൈം ഇത്രയും സെഞ്ചുറീസ് കൊണ്ട് their popularity already laid a foundation for secular and professional theatre. Now let's discuss about the morality plays. 15th സെഞ്ചുറിയുടെ എൻഡോട് കൂടിയിട്ടാണ് morality plays begin ചെയ്യുന്നത്. This was like a transition from religious to moral drama. After the mystery and miracle plays, English drama moved towards the moral and allegorical themes. In the mystery and miracle plays, the drama were performed based on the biblical stories and the life of the saints. മൊറാലിറ്റി പ്ലേസിലേക്ക് എത്തിയപ്പോഴേക്കും ഡ്രാമയുടെ സബ്ജക്റ്റ് തീം ഒക്കെ മാറുകയാണ്. മോറൽ മെസ്സേജ് നൽകുന്ന അലഗറിക്കൽ ആയിട്ടുള്ള തീംസ് ഒക്കെയാണ് പിന്നീട് വരുന്നത്. ദ ചേർച്ച് സ്റ്റിൽ ഹാഡ് ആൻ ഇൻഫ്ലുവൻസ്, ബട്ട് ദർ വാസ് എ ഷിഫ്റ്റ് ഫ്രം ബിബ്ലിക്കൽ ഇവൻറ്റ്സ് ടു ദ ലെസൺസ് അബൌട്ട് ഹ്യൂമൻ ലൈഫ്, സിൻ, വെർച്യൂ. നന്മയും തിന്മയും മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ചുമൊക്കെയുള്ള മോറൽ മെസ്സേജ് നൽകുന്ന തീമിലേക്ക് പിന്നീട് മാറുകയാണ്. അതാണ് മൊറാലിറ്റി എന്ന വാക്കുകൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത്. Morality plays taught moral values to the audience, like how to live a good Christian and virtuous life. നന്മയുള്ള ഒരു ക്രിസ്ത്യനായി ഒരു നല്ല ജീവിതം എങ്ങനെ ജീവിക്കണം, അതിൽ നന്മ ഏതാ തിന്മ ഏതാ അങ്ങനെയൊക്കെ മനസ്സിലാക്കി തരുന്ന രീതിയിലുള്ള ഹ്യൂമൻ ലൈഫുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഗുണപാഠങ്ങൾ കൊടുക്കുന്ന ടൈപ്പ് ഓഫ് പ്ലേയിലേക്ക് മാറുന്നു. ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ നേച്ചർ ആൻഡ് പർപ്പസ് ഓഫ് മൊറാലിറ്റി പ്ലേസ്. മൊറാലിറ്റി പ്ലേസ് വേർ ഡൈഡാക്റ്റിക്. ഡൈഡാക്റ്റിക് മീൻസ് എന്താണ്? മോറൽ മെസ്സേജ് നൽകുന്ന ഗുണപാഠങ്ങൾ ഓഡിയൻസിന് കാണിച്ചു കൊടുക്കുന്ന ടൈപ്പ് ഓഫ് പ്ലേസ് ആണ്. ആൻഡ് ദ മെയിൻ പർപ്പസ് ഓഫ് മൊറാലിറ്റി പ്ലേസ് വേർ ടു ടീച്ച് മോറൽ ലെസൺസ് ടു ദ ഓഡിയൻസ്. ആൻഡ് ദേ വേർ അലഗറിക്കൽ ഇൻ നേച്ചർ. അബൌട്ട് ദ ക്യാരക്ടേഴ്സ്, the characters were personifications of abstract ideas, not the real people. മുമ്പ് ബിബ്ലിക്കൽ സ്റ്റോറീസിൽ ജീസസ്, മേരി അങ്ങനെയുള്ള കഥാപാത്രങ്ങളാണ് ഓരോ ആക്ടേഴ്സും അവതരിപ്പിച്ചിരുന്നത്. പക്ഷേ മൊറാലിറ്റി പ്ലേസിലേക്ക് വരുന്ന സമയത്ത് ആക്ടേഴ്സ് അവതരിപ്പിക്കുന്നത് ഹ്യൂമൻ ബീങ്സിനെ കുറിച്ചല്ല, പേഴ്സോണിഫിക്കേഷൻസ് ഓഫ് അബ്സ്ട്രാക്റ്റ് ഐഡിയാസ് ആണ്. For example, good deeds, knowledge, gluttony, pride, death, and every man represents human qualities. മനുഷ്യരായിട്ടുള്ള കഥാപാത്രങ്ങളല്ല, ഇങ്ങനെയുള്ള പ്രൈഡ്, മരണം, അറിവ് അല്ലെങ്കിൽ നന്മ ഇങ്ങനെയുള്ള അബ്സ്ട്രാക്റ്റ് ഐഡിയാസിനെയാണ് ഓരോ കഥാപാത്രങ്ങളും അവതരിപ്പിക്കുന്നത്. സോ ദെയർ സ്ട്രഗിൾസ് ആൻഡ് ദ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ഗുഡ് ആൻഡ് ഈവിൾ ഇൻ ഹ്യൂമൻ സോൾ, ഇതൊക്കെയായിരുന്നു അന്നത്തെ മൊറാലിറ്റി പ്ലേസിലുള്ള തീംസ് ആൻഡ് സബ്ജക്ട്സ്. ലെറ്റ്സ് സേ സം ഓഫ് ദ കോമൺ തീംസ്. ദ മെയിൻ തീം were salvation of the human soul. And there is a typical plot pattern for the morality plays. There were the central character faces temptation. Then the main character led astray by vices and sinful desires. അതായത് വഴി തെറ്റിക്കുന്ന രീതിയിലുള്ള വൈസസ് ആയിട്ടുള്ള സിൻഫുൾ ആയിട്ടുള്ള ആഗ്രഹങ്ങളൊക്കെ ഈ ഒരു ക്യാരക്ടറിനെ പിടികൂടുന്നു. ഇവൻച്വലി ഹി റിപ്പൻസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് വെർച്യൂസ് ആൻഡ് ഡിവൈൻ ഗൈഡൻസ് ആൻഡ് ദ പ്ലേ എൻഡ്സ് വിത്ത് എ മോറൽ മെസ്സേജ്. റിപ്പൻറ്റൻസ് ആൻഡ് ഗുഡ് ഡീഡ്സ് ലീഡ് ടു സാൽവേഷൻ. ഇങ്ങനെയുള്ള ഒരു കോമൺ പാറ്റേൺ ആയിരുന്നു മൊറാലിറ്റി പ്ലേസിലൊക്കെ തന്നെ ഫോളോ ചെയ്ത് വന്നിരുന്നത്. വൺ ഓഫ് ദ മേജർ മൊറാലിറ്റി പ്ലേസ് ഓഫ് മെഡീവൽ പീരീഡ് വാസ് Everyman. It was written around 1495. Here the titular character Everyman was a representative of all human beings, and he was summoned by the death to give an account of his life before God, and he seeks help from all his friends like fellowship, kindred and goodness, but they all abandon him. ഹിയർ മരണത്തിൻ്റെ കൂടെ ദൈവത്തിൻ്റെ അടുത്തേക്ക് എവ്രി മാൻ എന്ന് പറയുന്ന എല്ലാ ഹ്യൂമൻ ബീയിങ്ങിനും റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഈ ഒരു ക്യാരക്ടർ പോകുന്ന സമയത്ത് ഓൺലി ഗുഡ് ഡീഡ്സ് ആൻഡ് നോളജ് that accompany him to the grave. Okay, so the moral message here this morality play gives is only one's good actions will follow one to heaven. Also, the wealth and the pleasures of human beings during the lifetime all are temporary. Now let's read about the characteristics of morality plays. First one, the type of characters.
All were allegorical, I mean the representative of virtue and vice. Then about the language, it would be vernacular, I mean common people English language ആയിരിക്കും, വളരെ simple and direct language ആയിരിക്കും. Then the purpose, to teach Christian morals and warn against the sin. Morality plays are also connected with religion, but the aim was to teach Christian morals and to warn against the sin. People should not go behind the sinful activities. Then about the tone of the morality plays, they were serious but sometimes with comic elements. Fifth characteristic is audience. They performed in churches, towns and noble courts. So the audience would be related to church, towns and noble courts, common people. Then about the structure of the morality plays, that was like a journey or the struggle of the soul ending in the repentance and salvation. Now let's talk about interludes that were prominent during the 15th to 16th century. What do you mean by interlude? It's a play performed between the intervals. ഇടവേളകളിൽ നടത്തുന്ന ഒരു ചെറിയ ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ നടത്തുന്ന ഒരു പ്ലേ ആണ് ഇൻ്റർലൂഡ്. ഇൻ്റർവെലിൻ്റെ ഇടയിൽ നടത്തുന്നത് കൊണ്ടാണ് ഇൻ്റർലൂഡ് എന്നുള്ള പേര് വന്നിരിക്കുന്നത്. It's a kind of short dramatic entertainments that were presented between the acts of longer performances or between the courses of a banquet in a noble households. The interludes marked the transition from the moral and religious plays of the Middle Ages to a secular and humorous drama of the Renaissance. We know the rise of the English drama began from the medieval period, right? അത് മിസ്റ്ററി, മിറാക്കുലസ് പ്ലേസ്, ദെൻ മൊറാലിറ്റിയിലേക്ക് വന്നു. മൊറാലിറ്റിയിലേക്ക് വരുന്ന സമയത്ത് റിലീജിയസിൽ നിന്നും കുറച്ചൊന്ന് ലിബറലായി. അതിനുശേഷമാണ് ഇൻ്റർലൂഡ് വരുന്നത്. ഇൻ്റർലൂഡിൽ ഇറ്റ്സ് ലൈക്ക് എ ട്രാൻസിഷൻ. മോറൽ ആൻഡ് റിലീജിയസ് പ്ലേസിൽ നിന്നും ഒരു സെക്യുലർ ആയിട്ടുള്ള, അതായത് മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് അപ്പുറത്തേക്ക് കുറച്ച് ഹ്യൂമറസ് ആയിട്ടുള്ള ഡ്രാമ ഫോം കൊണ്ടുവരികയാണ്. ദാറ്റ് വേർ കണക്റ്റഡ് ടു ദ റിനാസൻസ്. ഓക്കെ, റിനാസൻസ് പീരീഡിലേക്കുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇൻ്റർലൂഡ്. If we look into the historical background of interludes, it began in the 15th to 16th century and it portrayed the political, social and intellectual changes in England. So it marked the beginning of Renaissance that were more interested in social human life and laughter than worldly experiences rather than the purely religious subjects. Okay. സോ ഇംഗ്ലീഷ് ഡ്രാമയുടെ ബിഗിനിങ് സ്റ്റേജിൽ മോർ റിലീജിയസ് ആയിരുന്നു. അവിടെ നിന്നും മോറലിലേക്ക് വന്നു. അവിടെ നിന്നും ഇൻ്റർലൂഡിൽ കുറച്ചുകൂടെ ലിബറലായി, കുറച്ചുകൂടെ ഹ്യൂമറസ് ആയിട്ടുള്ള, ലൈവ്ലി ആയിട്ടുള്ള, ഹ്യൂമൻ ബീങ്സിനെ എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടൈപ്പ് ഓഫ് ഡ്രാമയിലേക്ക് എത്തി. അതിനുശേഷം അതൊരു ബിഗിനിങ് സ്റ്റേജാണ് റിനാസൻസ് പീരീഡിലേക്കുള്ള. റിനാസൻസ് പീരീഡിൻ്റെ കാലഘട്ടത്തിൽ നമുക്കറിയാം ഹ്യൂമൻ ലൈഫിൻ്റെ, സോഷ്യൽ ഹ്യൂമൻ ലൈഫാണ് കൂടുതൽ തമാശകളും ലോകത്ത് നടക്കുന്ന എക്സ്പീരിയൻസുകളും അതുപോലെ ഈ ഒരു റിലീജിയസ് സബ്ജക്റ്റിൽ നിന്നും വളരെയധികം ഫാർ അവേ ആയിട്ടുള്ള സബ്ജക്ട്സ് ആയിരുന്നു എടുത്തിരുന്നത്. സോ ദ മോറൽ സീരിയസ്നെസ് ഓഫ് ദ ഏർലിയർ പ്ലേസ് ഗേവ് വേ ടു ദ എൻ്റർടൈൻമെൻറ്റ് ആൻഡ് വിറ്റ്. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. മുമ്പ് മോറൽ സീരിയസ്നെസ് ആയിരുന്നു, റിലീജിയസ് കാര്യങ്ങൾ, മനുഷ്യരെ നന്മയിലേക്ക് കൊണ്ടുവരിക, മതപരമായിട്ടുള്ള കാര്യങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളതായിരുന്നു. ബട്ട് അതിൽ നിന്നും എൻ്റർടൈൻമെൻറ്റ് അതുപോലെ വിറ്റ്, ഓക്കെ, ജ്ഞാനവും അറിവും ഒപ്പം എൻ്റർടൈൻമെൻറ്റും കൂടി ചേർന്നതാണ് പിന്നീട് ഇൻ്റർലൂഡിലൂടെ പുതിയൊരു ഡ്രാമാറ്റിക് സ്റ്റൈലിലേക്ക് വന്നത്. സോ ദ ഇൻ്റർലൂഡ് ബിക്കെയിം എ ന്യൂ ഹ്യൂമനിസ്റ്റിക് സ്പിരിറ്റ് ആൻഡ് ഓൾസോ ലവ് ഫോർ കോമഡി. Now let's talk about the characteristics of interlude. First one, length. Comparatively, interludes are short length dramas. It ranges from 15 to 30 minutes. Second one, subject. The theme of interludes would be more secular than biblical. Then tone of the interlude, it's light, humorous and satirical. Then about the language, it's simple English and it would be suitable for all the audience. Fifth one is characters. The number of characters are fewer in number, often 4 to 6 characters, and the interludes are more realistic than allegorical. ബിഗിനിങ് സ്റ്റേജ് ഓഫ് ഇംഗ്ലീഷ് ഡ്രാമ വാസ് ലൈക്ക് ബിബ്ലിക്കൽ സ്റ്റോറീസ്. ദെൻ അതിൽ മോറലിലേക്ക് വരുന്നു, മോറൽ മെസ്സേജുകൾ നൽകുന്ന രീതിയിൽ കുറച്ചൊക്കെ ഹ്യൂമൻ ഇമോഷൻസ് ആഡ് ചെയ്യുന്നു. അതിനുശേഷം ഇൻ്റർലൂഡിലേക്ക് വരുന്ന സമയത്ത് ഡ്രാമ കൂടുതൽ റിയലിസ്റ്റിക് ആയി മാറി തുടങ്ങി. ലെറ്റ്സ് സീ വാട്ട് ആർ ദ തീംസ് ആൻഡ് സ്റ്റൈൽ ഓഫ് ഇൻ്റർലൂഡ്സ്. It was focused on daily life, the social manners and human behavior. They often criticized the corruption, they mocked foolish behaviors or they exposed moral weakness through the humor. നമ്മളുടെ കുഞ്ചൻ നമ്പ്യാരെ പോലെ സമൂഹത്തിൽ നടക്കുന്ന ചില കറപ്ഷൻസും മറ്റ് കാര്യങ്ങളൊക്കെ തമാശയിലൂടെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് പറയുന്നൊരു രീതിയാണ് ഇൻ്റർലൂഡിലുണ്ടായിരുന്നത്. സം ഹാഡ് പൊളിറ്റിക്കൽ ആൻഡ് എഡ്യൂക്കേഷണൽ മെസ്സേജസ് വൈൽ സം വെയർ സിംപ്ലി കോമിക് സ്കെച്ചസ്. സോ ദ ഡയലോഗ്സ് വുഡ് ബി വിറ്റി ആൻഡ്
very natural, and the plays were more realistic. Here we have some of the playwrights and examples of interludes. John Haywood, the most famous writer of interlude. Okay, for example, അദ്ദേഹത്തിൻ്റെ വർക്ക്സ് ആയിട്ടുള്ള The Four P's, The Play of the Weather, The Pardoner and the Friar, etc. Then comes Henry Medwall, The Fulgens and Lucrece, the earliest non-English interlude ആണ് 1497 അത് വന്നിട്ടുള്ളത്. Then John Rastell, The Nature of the Four Elements, അങ്ങനെയുള്ള വർക്ക്സ് ഒക്കെയാണ് ഇതിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. Once the interlude were very important and it was an influence, like it prepared the way for modern comedy and realistic drama, and it introduced the real characters, natural speech, secular subjects and satirical tone. And it influenced later dramatists by encouraging the comic relief and humor in serious plays. ഓക്കെ, സീരിയസ് പ്ലേസിൽ പോലും ഹ്യൂമറസ് ആയിട്ടുള്ള എലമെൻറ്റ്സ് കൊണ്ടുവരാനുള്ളൊരു കാരണം ഇൻ്റർലൂഡിൽ നിന്ന് വന്നിട്ടുള്ളൊരു ഇൻഫ്ലുവൻസ് ആണ്, മേക്കിംഗ് ഡ്രാമ മോർ ആക്സസിബിൾ ടു ദ കോമൺ പീപ്പിൾ. It was the bridge between the moral allegory of medieval plays and the realistic drama of the Renaissance and Elizabethan period. That's very important, okay? And interludes often had very simple English. Now, how did the interludes decline? With the rise of permanent theatres വന്നതോട് കൂടിയിട്ടാണ് in the late 16th century interludes lost their popularity and it was replaced by the full-length plays. മുഴുനീള ഡ്രാമകൾ വന്നപ്പോൾ അത് കാണാനാണ് ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടം. സോ ഫുൾ ലെങ്ത് ഡ്രാമ വരുന്നത് റിനസൻസിൻ്റെ പീരീഡിൽ അല്ലെങ്കിൽ എലിസബത്തൻ പീരീഡിൻ്റെ ആ ഒരു തുടക്കത്തിലാണ്. സോ ഇൻ്റർലൂഡ്സ് വെർ റീപ്ലേസ്ഡ് ബൈ ദ ഫുൾ ലെങ്ത് പ്ലേസ് ദാറ്റ് വർ റിട്ടൺ ബൈ പ്ലേ റൈറ്റ്സ് ലൈക്ക് തോമസ് കീഡ്, ക്രിസ്റ്റഫർ മാർലോ ആൻഡ് വില്യം ഷേക്സ്പിയർ. These writers developed more complex plots and characters. ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കഥകളും ക്യാരക്ടേഴ്സും ഒക്കെ കൊണ്ടുവന്നത് ഇവരാണ്. അതുകൊണ്ട് തന്നെ ഇൻ്റർലൂഡ്സ് മെല്ലെ മെല്ലെ ഡിക്ലൈൻ ആയി തുടങ്ങി. ആഫ്റ്റർ ദ ഡിക്ലൈൻ ഓഫ് ഇൻ്റർലൂഡ്സ്, ദ റിനാസൻസ് പീരീഡ് അഗെയിൻ ബ്രോട്ട് എ ന്യൂ ബിഗിനിങ് ഫോർ ഇംഗ്ലീഷ് ഡ്രാമ. Now let's talk about the influence of Renaissance on English drama, that is from the 16th century onwards. Let's read about the background of Renaissance period. Renaissance meant rebirth. It began in Italy during the 14th century and it spread to England by the 16th century. The revival means the revival of learning, art and the classical knowledge from the ancient Greece and Rome. അതാണ് റിനാസൻസിൻ്റെ മീനിങ് തന്നെ. വീണ്ടും വരികയാണ്, അതായത് ക്ലാസിക്കൽ ഗ്രീക്ക് ആൻഡ് റോമൻ വർക്ക്സിൻ്റെ, അറിവിൻ്റെ, ആർട്ടിൻ്റെ ഒക്കെ വീണ്ടും ഒരു റീബർത്തിനെയാണ് റിനാസൻസ് പീരീഡ് എന്ന് പറയുന്നത്. സോ ഇറ്റ് എംഫസൈസ് ദ ഹ്യൂമനിസം, ദറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, വിച്ച് മീൻസ് ദ ബിലീഫ് ഇൻ ഹ്യൂമൻ റീസൺ, ഡിഗ്നിറ്റി ആൻഡ് ദ ബ്യൂട്ടി ഓഫ് വേൾഡ്ലി ലൈഫ്. Okay, so in literature it created interest in human emotions, individuality and the secular subjects, and it replaced the strict religious tone of the medieval times. Medieval time നമ്മൾ കണ്ടുല്ലേ, biblical stories വെച്ചിട്ടാണ് തുടങ്ങിയത്, mysterious plays, then to morality plays, then to interludes. അവിടെ കുറച്ചൊരു ലിബറൽ ആയി, ബട്ട് അറ്റ് ലാസ്റ്റ് റിനാസൻസ് പീരീഡ് ആയപ്പോഴത്തേക്കും ഇതെല്ലാം റീപ്ലേസ് ചെയ്യപ്പെടുകയാണ്. It also had some impact on English drama. The Renaissance transformed drama in 5 ways. The first one is return to classical models like that of Seneca, Plautus, Terence. Then the 5-act structure. Then dramatic unities like unity of time, place, action. Then tragic heroes and comic plots. So this brought the order, structure and the artistry to English plays. The second key way is the rise of secular, non-religious dramas. Earlier plays were religious and moral, we know that. But under the Renaissance influence, drama began to explore the human passions, historical events, and even the classical myths. So this shift made plays more realistic and worldly, that reflects the human experience and divine lessons. The third key way through which the Renaissance transformed English plays is that of the use of humanism. It has focused on man as the center of universe. Human beingന് പ്രാധാന്യം കൊടുത്തു. ആൻഡ് ദ ക്യാരക്ടേഴ്സ് ആർ നോ ലോങ്ങർ സിംബോളിക്. മുമ്പുണ്ടായിരുന്ന പ്ലേസിനെ പോലെ ക്യാരക്ടേഴ്സ് ഈസ് നോട്ട് ലൈക്ക് എ പേഴ്സോണിഫൈഡ് ഫോം ഓഫ് അബ്സ്ട്രാക്ട് ഐഡിയാസ്. ഇമോഷനെയും മരണത്തെയും അല്ലെങ്കിൽ നന്മ, വേർച്യൂ ഇതിനെയൊക്കെ കാണിക്കുന്ന രീതിയിലുള്ള ക്യാരക്ടേഴ്സ് അല്ല. ക്യാരക്ടേഴ്സ് ആർ ഇൻഡിവിജ്വൽസ് വിത്ത് ഇമോഷൻസ്, ഡിസയേഴ്സ് ആൻഡ് ഫ്ലോസ്. എല്ലാ ഇമോഷൻസും ആഗ്രഹങ്ങളും അതുപോലെ തെറ്റുകുറ്റങ്ങളൊക്കെ സംഭവിക്കാവുന്ന ഒരു സാധാരണ മനുഷ്യനായിട്ടാണ് പിന്നീട് റിനാസൻസ് കാലഘട്ടത്തിലെ ഇംഗ്ലീഷ് പ്ലേസിലൊക്കെ ക്യാരക്ടേഴ്സിനെ കൊണ്ടുവരുന്നത്. അതിനൊരു എക്സാമ്പിളാണ് ക്രിസ്റ്റഫർ മാർലോയുടെ ഡോക്ടർ ഫോസ്റ്റേഴ്സ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ദ ഗ്രോത്ത് ഓഫ് പ്രൊഫഷണൽ പ്ലേ റൈറ്റ്സ് ആൻഡ് തിയേറ്റേഴ്സ്. റിനാസൻസ് ബ്രോട്ട് ഓർ എൻകറേജ്ഡ് ആർട്ട് ആസ് എ പ്രൊഫഷൻ. കല ഒരു പ്രൊഫഷനായിട്ട് മാറ്റിയിരിക്കുകയാണ്. ദ പ്ലേ റൈറ്റ്സ് ബിക്കേം എ റെക്കഗ്നൈസ്ഡ് ക്രാഫ്റ്റ്. സോ ദ ഡ്രമാറ്റിസ്റ്റ് റോട്ട് ഫോർ ലിവിങ് ഓഡിയൻസ്, നോട്ട് ഫോർ ദ ചേർച്ച്. മുമ്പ് അങ്ങനെയായിരുന്നു അല്ലേ, ചേർച്ചിന് വേണ്ടി മതത്തെയും ബൈബിളിനെയും
ഓഡിയൻസിന് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളൊരു ഇൻറ്റൻഷൻ ആയിരുന്നു. ബട്ട് റിനാസൻസിൻ്റെ വരവോടുകൂടി ആർട്ട് ഒരു പ്രൊഫഷനായി മാറി. ആൻഡ് അത് ക്രിയേറ്റ് ചെയ്യുന്ന ആളൊരു ക്രാഫ്റ്റ് മാനും. അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പെർമനൻറ്റ് തിയേറ്റേഴ്സ് ഉണ്ടായി. ദ തിയേറ്റർ 1576 വന്നു. ദ കർട്ടൻ മറ്റൊരു തിയേറ്റർ 1577 വന്നു. ദ ഗ്ലോബ് തിയേറ്റർ 1599 വന്നു. ആൻഡ് ദർ ആർ മെനി ആക്ടിംഗ് കമ്പനീസ് ഫോംഡ്. ദ ലോർഡ് ചേംബർലിൻസ് മെൻ, ദ അഡ്മിറൽസ് മെൻ. അണ്ടർസ്റ്റുഡ്? Next, we shall discuss about Gorboduc, the birth of English tragedy. This is also a milestone in the journey of English drama. Gorboduc actually has two authors, Thomas Norton and Thomas Sackville, and it was first performed on 1561 before Queen Elizabeth I, and it was published in the year 1565 after 4 years. And the full title is the name itself, Gorboduc. Later, this Gorboduc was renamed as Ferrex and Porrex. അത്രയും പോയിന്റ്സ് ഒന്ന് ഓർത്ത് വെക്കണം. We should know the significance of Gorboduc. It is the first English tragedy ever written, right? And the first English play written in blank verse. And it introduced the classical structure into English theatre that marked the transition from morality plays to the Renaissance tragedy. Do you know the summary of Gorboduc? I'll tell you. Gorboduc was the king of Great Britain, and he has two children, Ferrex and Porrex. Ferrex was the elder son, Porrex was the younger son. And once the King Gorboduc divides his kingdom between the two sons, Ferrex and Porrex, jealousy and ambition that led to the conflict between the brothers. And Porrex kills Ferrex. The younger one kills the elder one. And in that revenge, their mother, Widena, kills Porrex. See, the children both are dead. And that led to the collapse of the kingdom also. After years, civil war follows. The entire royal family and the nobles were destroyed, and the play ends with the chaos and the anarchy in Britain. Oh my god, total tragedy, right? See, the major characters in Gorboduc. First one, Gorboduc, the king of Britain who divides his kingdom. Then Widena, queen and mother of Ferrex and Porrex. Ferrex is the elder son, killed by the Porrex, and Porrex, the younger one, killed by his mother. And Eubulus, the vice chancellor. These are the major characters. Okay. Now, what is the importance of Gorboduc in literary history? See, Gorboduc bridges the medieval moral plays and Elizabethan tragedy. See, the word bridge. It bridges the medieval and Elizabethan tragedies, and marking the birth of modern English theatre and the foundation for Elizabethan drama. സോ എക്കാലത്തെയും ക്ലാസിക്കൽ വർക്ക്സ് ആയിട്ടുള്ള റിനാസൻസ് ഡ്രാമകൾക്ക് ഒരു മോഡലായിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ഗോഡ്ബഡക്കാണ്. ആൻഡ് ഇറ്റ് ഷോസ് ഏർലി യൂസ് ഓഫ് സെനീക്കൻ ഇൻഫ്ലുവൻസ് ലൈക്ക് റിവെഞ്ച്, റെട്ടറിക് ആൻഡ് സ്ട്രക്ചർ. ഓക്കെ, നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഇസ് റാൽഫ് റോയ്സ്റ്റർ ഡോയ്സ്റ്റർ, the beginning of English comedy. This is also a very important topic to be dealt with, the rise of English drama. Ralph Royster Doyster is the first English comedy written by Nicholas Udall. It was written around 1552 and 1553. ഇതിനിടയിലാണ് നോട്ട് ചെയ്യണം. And it marks the transition from medieval drama to Renaissance drama. ഗോർബഡക്കിനെ പോലെ തന്നെ പ്രാധാന്യമുണ്ട് ഈ ഒരു വർക്കിനും. കാരണം ഇതും കോമഡി എന്ന ജോണറിലേക്കൊരു ബിഗിനിങ് ആണ്. I mean the rise of English drama. Understood? And it is a pure comedy in classical style that was influenced by Plautus and Terence. About the work, the title is Ralph Royster Doyster and the author is Nicholas Udall. It was written during 1552 and 1553. Our year രണ്ടും ഓർത്ത് വെക്കണം. And the genre is comedy. The structure is 5 acts like the classical form. അതുവരെ ഇല്ലാത്തൊരു സ്ട്രക്ചറിലേക്ക് കൊണ്ടുവരികയാണ്, അഗെയിൻ ലൈക്ക് ഗോബഡക്. ആൻഡ് ദ ലാംഗ്വേജ് വാസ് റൈംഡ് വേഴ്സ്. ഇറ്റ് ഹാസ് എൻ ഇൻഫ്ലുവൻസ് വിത്ത് ദ റോമൻ കോമഡീസ് ബൈ പ്ലോട്ടസ് ആൻഡ് ടെറൻസ്. റിമെമ്പർ, ട്രാജഡി ഹാസ് എ ഗ്രീക്ക് ഇൻഫ്ലുവൻസ് ബട്ട് comedy has a Roman influence. Okay, let's check the main characters. Ralph Royster Doyster. He is a foolish, boastful soldier. In other way, he is the braggart hero. Then the second character is Matthew Mary Greek. He is the witty servant of Ralph Royster Doyster, and he is also a trickster. Then third character is Dame Christian Custance. She is a rich widow whom Ralph tries to marry. Fourth character was Gavin Goodluck. Gavin Goodluck was the real lover of Custance. Fifth character, Tristram Trusty, was the friend of Custance. And about the plot summary, Ralph Royster Doyster was a boastful but a cowardly man, and he falls in love with Dame Custance. She was a rich widow and was engaged to Gavin Goodluck.
he asked his servant Mary Greek to help him to woo her. And Mary Greek, he was very mischievous and mocking. He writes a love letter that creates the utter confusion in the story. Constance rejects Ralph's proposal, and Ralph tries to attack her house, but instead he was beaten and humiliated. At last, the play ends with forgiveness, laughter, and reconciliation. Do you know what are the features of the play? It's a 5-act structure like the classical plays, okay? And it also has a comic plot with lots of misunderstandings and wordplay, and the character types from Roman comedy. The boastful soldier like Ralph, the clever servant like Mary Greek, the sensible women like Constance, and the moral purpose was to mock the vanity and teach us the humility. The theme comes like foolish pride and vanity, and also love and courtship, then trickery and humor, good sense versus foolishness, etc. See, this work actually has a sort of importance in the rise of English drama because this is the first true English comedy, and it introduced the real characters and the social humor instead of this allegory. Also, it established the 5-act structure and the comic characterization, and it paved the way for later comedies by Lilly, Green, Marlowe, and Shakespeare. About the themes of Ralph Roister Doister, it deals with the political disorder due to divided rule, then the ambition, revenge, and destruction, then consequences of ignoring wise advices, the importance of unity in a kingdom, etc. When we look into the dramatic features of Ralph Roister Doister, it was written in blank verse, unrhymed iambic pentameter, and it has 5 acts, each introduced by a dumb show like a pantomime. It also contains a chorus that follows like a classical Greek style. Okay, then it has a moral and political message that warns rulers against the division of power. So by this, my dears, we have almost covered the main points related to the rise of English drama. Alright, how was the class today? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം ഇതുപോലുള്ള ക്വാളിറ്റിയുള്ള ക്ലാസ്സുകളോട് കൂടി വരാനിരിക്കുന്ന സെറ്റ് എക്സാം ഷുവറായിട്ടും ക്രാക്ക് ചെയ്യണമെന്നുള്ള മോഹം നിങ്ങൾക്കുണ്ടെങ്കിൽ മാസം വെറും 1000 റുപ്പീസോട് കൂടി നിങ്ങൾക്ക് ടൈക്ക് ഇംഗ്ലീഷ് അക്കാഡമിയിൽ സെറ്റ് ഇംഗ്ലീഷിൻ്റെ കോച്ചിങ് നേടാവുന്നതാണ്. ടെലഗ്രാം ത്രൂ ആയിരിക്കും ക്ലാസ്സുകൾ ഉണ്ടാവുക. ഓരോ ടോപ്പിക്കിൻ്റെയും PDF നോട്ട്സ് ഉണ്ടായിരിക്കും. ഡെയിലി, വീക്ക്ലി ആൻഡ് മന്ത്ലി എക്സാംസ് ഉണ്ടായിരിക്കും. ഈ എക്സാംസിൻ്റെയൊക്കെ മാർക്ക് അടിസ്ഥാനത്തിൽ ഡെയിലി റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ടീച്ചേഴ്സ് എപ്പോൾ വേണമെങ്കിലും അവൈലബിൾ ആയിരിക്കും. ഫുൾ സിലബസ് കവറേജ്, റിവിഷൻസ് ആൻഡ് ലോട്ട്സ് ഓഫ് MCQ പ്രാക്ടീസസ്. ഇതിൽ ഏറ്റവും വലിയൊരു ഫീച്ചർ മന്ത്ലി പേയ്മെൻറ്റ് മോഡാണ്. ആദ്യമേ സിംഗിൾ പേയ്മെൻറ്റായി ഒരു ഹ്യൂജ് എമൗണ്ട് അടച്ച് പിന്നെ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ പൈസ പോകുന്നൊരവസ്ഥ ഇവിടെ ഉണ്ടാവില്ല. വൺസ് യു ജോയിൻ വിത്ത് 1000 റുപ്പീസ്, ആ ഒരു മാസത്തെ മുഴുവൻ ക്ലാസ്സും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുള്ളൊരു അവസരമുണ്ട്. നിങ്ങൾക്ക് ക്ലാസ് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം അടുത്ത മാസം മുതൽ ഫീ അടച്ച് കോഴ്സ് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉണ്ട്. സോ യു ഡോണ്ട് ഈവൻ ലൂസ് എ പെനി ഹിയർ. മാത്രമല്ല, സെറ്റ് എല്ലാം ക്വാളിഫൈ ചെയ്യുമ്പോഴത്തേക്കും HSSTക്ക് വേണ്ടി പഠിക്കാനുള്ള അത്രയും സമയം നഷ്ടപ്പെട്ടു പോകും എന്നുള്ളതുകൊണ്ട് സെറ്റും HSSTയും കമ്പൈൻ ചെയ്ത് പഠിക്കാനുള്ള ഒരു കോമ്പിനേഷൻ ഓഫർ കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ കോഴ്സിനെ കുറിച്ചും ഫീസിനെ കുറിച്ചും കൂടുതലായിട്ട് അറിയാൻ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. സോ മൈ ഡിയേഴ്സ്, ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ് ആൻഡ് ഷെയർ ദിസ് ക്ലാസ് ടു ഓൾ യുവർ നീഡി ഫ്രണ്ട്സ്. താങ്ക് യു സോ മച്ച്. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം. ബൈ.